ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒന്ന് എത്തിയത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ്. ആ മാങ്കാവ് എന്ന സ്ഥലം പറയുമ്പോൾ തന്നെ ഗപ്പി പ്രേമികൾക്ക് ഇത് മനസ്സിലാവും. നമ്മുടെ ജൂനിയേഴ്സിന്റെ അടുത്ത് ജിസ് അക്വ ഫാം. അപ്പോൾ ഒരുപാട് വർഷം മുമ്പ് ഉള്ള ഒരു ഫാമാണ്. ഏകദേശം ഒരു 10 വർഷത്തിന്റെ മേലായിട്ടുണ്ടാവും ഈ ഒരു ഫാം തുടങ്ങിയിട്ട്. അപ്പോൾ ജൂനിയേഴ്സ് എന്ന് പറയുന്നത് ഈ ഗപ്പി ഫീൽഡിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ആളാണ്. അപ്പോൾ ഒരുപാട് ഐറ്റം ഗപ്പികൾ നമ്മുടെ മാർക്കറ്റിൽ പുതിയ പുതിയ ഐറ്റം ഗപ്പികൾ അദ്ദേഹം വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ സ്ട്രെയിൻ കണ്ടുപിടിച്ചത്. ഒന്നൊന്നര സംഭവമായിരുന്നു. സോളോ ഒക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഏകദേശം 4 കൊല്ലം മുന്നൊക്കെ നമ്മളിവിടെ വന്നിട്ടുള്ളത്. അന്ന് തന്നെ ജൂനിയേഴ്സ് തന്നെ പുതിയ പുതിയ വെറൈറ്റി ഗപ്പികളെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ജൂനിയേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിയത്. ഇപ്പോൾ ഏകദേശം 10-40 വെറൈറ്റി ഗപ്പികളുണ്ട്. പിന്നെ മോളീസ് ഇപ്പോൾ ഇവിടെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ജൂനിയേഴ്സിന്റെ ഈ ഒരു ഗപ്പി ഫാമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ജൂനിയേഴ്സ് വിശേഷം? കുറേ കാലത്തിന് ശേഷമാണ്. അതെ. അപ്പോൾ നമുക്ക് എത്ര വെറൈറ്റി ഇപ്പൊ ഇപ്പൊ ഒരു 10-50 വെറൈറ്റീസ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അത്രയുള്ള സൗകര്യമാണ്. എന്നാലും കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് നിർത്തി ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു 10-50 ഐറ്റംസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ അത് കൊടുക്കാനുള്ള എത്ര വെറൈറ്റി ആവും? എപ്പോഴും ഒരു 10-20 ഉണ്ടാവാറുള്ളൂ. അത്ര പ്രൊഡക്ഷൻ വരുന്നുള്ളൂ. അതെല്ലാം നോക്കിയും കണ്ടിട്ടൊക്കെ ചെയ്യുന്നുള്ളൂ. 10-20 ഐറ്റംസ് എപ്പോഴും കൊടുക്കാൻ നിലവിലുണ്ടാവും. അപ്പോ ഇത് നമ്മളിപ്പോ ഈ കാണുന്നത് വീടിന്റെ സൈഡിലാണ്. അപ്പൊ ഒരു വീട്, ആ വീടിന് മൊത്തം ഇപ്പൊ ഗപ്പികളൊന്നും നിറഞ്ഞു. അതെ, ഞാൻ ഇപ്പൊ മൊത്തമായിട്ട് വീട് മൊത്തം ഫാമാക്കി. അപ്പൊ ഗപ്പിയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് വീട് മൊത്തം. വീട്ടിലിപ്പോ എത്ര റൂമുണ്ട്? 3 റൂമും ഒരു കിച്ചണും. ആ കിച്ചൺ അടക്കം ഗപ്പികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ എവിടെ താമസിക്കുന്നത്? ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ ഒരു വാടകയ്ക്ക് നിൽക്കണം. എന്താ പറയാ, അത്രയും ഗപ്പിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം പൈസയും ഫാമ സ്ഥലമാക്കിയാലും നമുക്ക് പ്രൊഡക്ഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത്രയും ആൾക്കാർ എൻക്വയറി ഉണ്ട്, എല്ലാ ടൈപ്പിനും എൻക്വയറി വരുന്നുണ്ട്. 10-50 വെറൈറ്റി ഗപ്പികൾ ഉണ്ടാവും. തീർച്ചയായും അതിനനുസരിച്ചുള്ള ടാങ്കുകളുടെ എണ്ണം വേണം. അപ്പൊ ഒരു വീട് മൊത്തം എത്ര ടാങ്കുകൾ ഉണ്ടാവും? ഒരു 350 എക്വോറിയം, 300-350 എക്വോറിയം ഉണ്ട്. അതേപോലെ ടാങ്കുകൾ ഒരു 10-15 ടാങ്കുകൾ വലുതുണ്ട്. ബേസൺസ് ഒരു 10-30 ഉണ്ട്. അതുപോലെ റൗണ്ട് ബ്ലാക്ക് ടാങ്കുകൾ ഒരു 10 ഉണ്ട്. അപ്പൊ അത്രയും ടാങ്കുകൾ വേണം, കാരണം ഇത്രയും വെറൈറ്റി ഗപ്പികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ബൾക്ക് അല്ല കേട്ടോ, ഫുള്ള് പക്ക ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഓരോ സ്ട്രെയിൻ എടുത്ത് നോക്കിയാൽ നമുക്ക് എത്ര പേരുണ്ടാവും അവൈലബിൾ ആയിട്ട്? 10 ചില ഐറ്റം മാത്രം കൂടുതൽ ചെയ്യുന്നുണ്ട്. റെഡ് ചെയ്യുന്നുണ്ട്, വൈറ്റ് ടെക്സ്ചർ ചെയ്യുന്നുണ്ട്, HB ബ്ലൂ ഉണ്ട്. ബാക്കിയൊക്കെ വളരെ കുറച്ച് പരിമിതമായിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അത്രയും കുറച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഗപ്പികളെ നോക്കാം. പിന്നെ മോളീസ് ഇവിടെ ചെയ്യുന്നുണ്ട്. മോളീസ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ഗപ്പികളെ നോക്കാം. നമ്മൾ 20 ഐറ്റം ഗപ്പികളാണ് ഉദ്ദേശിക്കുന്നത്. 7 ഐറ്റം ഗപ്പി നമുക്ക് ഗ്ലാസ്സിക്ക് ഒക്കെ എടുത്ത് നോക്കി അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ വീടിന്റെ ആ ഒരു ഫ്രണ്ടിലാണ് എത്തിയത്. അത് സാധാരണ വീട്ടിൽ കയറി ആൾക്കാരെ കാണുമല്ലോ, ഇവിടെ വീടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഗപ്പികളാണ് കാണുക. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഗ്ലാസ്സിക്ക് എടുത്ത് നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ ഗപ്പികളുള്ളത്. അന്ന് ഞാൻ വന്നപ്പോ ഒക്കെ ഇവിടെ ഇത് തീപ്പൊയൊക്കെ ഉള്ള സ്ഥലമല്ലേ, അവിടെ ഫുള്ള് തൈല അക്വരങ്ങള് കയറ്റി. ഇവിടെ എന്താ ലിസ്റ്റ്, ഇതിന്റെ വലിയ ലിസ്റ്റ്? ഇത് ഓരോ സ്ട്രെയിൻസുകൾ ബ്രീഡ് ഇറങ്ങുന്നത് ആ ഡേറ്റ് എഴുതി വെക്കാൻ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ എഴുതി വെച്ചാൽ എനിക്ക് അതിങ്ങനെ ദിവസം രാവിലെ വന്നാലുള്ള പണി ഇതാണ്. ഇത് 1-ാം തീയതി ബ്രീഡ് ഇറങ്ങിക്കുന്നു, അപ്പൊ ഇന്ന് അതാ ഡേറ്റ് നോക്കും. അതിനനുസരിച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് 30 സ്ട്രെയിനോടെ എഴുതിയിട്ടുണ്ടല്ലേ. ഇപ്പുറത്തുള്ളത് അതിന്റെ എന്താ ഇതിന്? ഇത് ജനുവരിയാണ്, ഇത് ഡിസംബർ ആണ്. ഡിസംബറിലെ ബ്രീഡ് ഇറങ്ങിയത്. ഇനിയിപ്പോ ഇത് ബ്രീഡ് ഇറങ്ങിയിട്ട് ജനുവരിയിലേക്ക് അങ്ങോട്ട് ചെയ്തു. അപ്പോഴേക്ക് ഫില്ലാവും. അപ്പൊ പിന്നെ ഇത് കളയും. റൂമിൽ കയറുമ്പോ കട്ടില കാണാം, പക്ഷെ ഇവിടെ അക്വോറിയങ്ങളാണ്. അടിപൊളിയായിട്ട്. ഈ റൂമിൽ ചെയ്യുമ്പോ പ്രത്യേകിച്ച് ഗപ്പികൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ? തണുപ്പ് കാലം ഇൻഡോർ പൊതുവെ തണുപ്പ് കാലം കവർ ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ സെക്ഷൻസുകൾ ഇങ്ങനെ അതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നതാണ്. ഇപ്പൊ ഓൾറെഡി വൈറ്റെക്സിലോ എനിക്ക് തോന്നുന്നു വെയിലത്തൊക്കെ അങ്ങനെ പറ്റത്തില്ല അത്. അപ്പൊ വൈറ്റെക്സിലൊക്കെ ഒരു റൂം തന്നെ അങ്ങോട്ടേക്ക് സെറ്റ് ആക്കി റൂമാക്കി ഇപ്പൊ ഏകദേശം 2 ലെയർ ഫില്ലായിട്ടുണ്ട്. ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ പോകും. അപ്പൊ നമ്മൾ നമുക്ക് അത്യാവശ്യം പുതിയ സ്ട്രെയിൻസുകൾ ആദ്യം നോക്കാം. നമുക്ക് അതായിരിക്കും ബെറ്റർ. HP റെഡ് കോളിഡോർസലിന്റെ ഷോർട്ട് ബോഡിയിലാണ് കേട്ടോ വരുന്നത്. ഇതൊരു പുതിയൊരു വെറൈറ്റി ആണ്. ഷോർട്ട് ബോഡി വരുന്നത് ഒരു വിയറ്റ്നാം ലൈൻ ആണത്. ഷോർട്ട് ബോഡി വേറെ കോളിയാ വരാ, ഷോർട്ട് ബോഡി ആയിരിക്കും. ഓൾറെഡി ഇവിടെ HP റെഡ് കോളി ഉണ്ടെങ്കിൽ ഷോർട്ട് ബോഡി ഫസ്റ്റ് ടൈം. വിയറ്റ്നാം അല്ലേ, കുഞ്ഞുങ്ങളെ ആയിട്ടുണ്ട്. ആയി വരുന്നു.
മെയിലൊന്നുമില്ല ഫീമെയിലിന്റെ മുമ്പിൽ ഇല്ല ഇല്ല ഫീമെയിലാണ്. അതെ അതെ. ഇത് ബ്ലോണ്ട് കോയി, ഷോർട്ട് ബോഡിയില്, റിബണ്, ഷാർക്ക് ഫിൻ ആണ്. എല്ലാം കൂടി ഉള്ളത്. അതൊരു ഫീച്ചർ ആണ്. ഇതും അതേപോലെ വിയറ്റ്നാം ലൈൻ ആണ്. ആൽബിനോ വരുന്നത് അല്ല, ബ്ലാക്ക് ഐ ആണ്. അതാണ് നല്ലതായിട്ട് എടുക്കുന്നത്. ഈ ഷാർക്ക് ഫിൻ നന്നായിട്ട് കേറുന്നുണ്ട് ഫിഷിന്. ഷോർട്ട് ബോഡി ആണ്. സ്റ്റെബിലിറ്റി ഒന്നും വലിയ മോശമൊന്നും കാണുന്നൊന്നുമില്ല. വരുന്നുണ്ട്. ഇത് പ്ലാറ്റിനം ഡംബോ ഉണ്ടല്ലോ, അതിന്റെ സോളോ റിബൺ ആണ്. പ്ലാറ്റിനത്തിൽ സോളോ വന്നത്. സോളോ റിബൺ ആണ് വന്നത്. ഇപ്പൊ ഇത് ഏകദേശമൊക്കെ കുഞ്ഞുങ്ങളാണ്, ഇതിന്റെ ഒരു ബാച്ച് കുട്ടികളാണ്. ഇയറൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഏകദേശം നമുക്ക് സെയിലിനൊക്കെയുള്ള പാകത്തിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് പ്ലാറ്റിനം ഡംബോന്റെ സോളോ റിബൺ. ഇതൊക്കെ പുതിയ ലൈനിൽ ഇറങ്ങിയതാണ്. ഇതൊക്കെ പുതിയ ലൈനിൽ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 2-3 ഐറ്റം ഗപ്പികളെ കണ്ടു. ഇനിയുള്ള ഗപ്പി നമ്മൾ സാധാരണ മെയിലിനാണ് കൂടുതൽ ഭംഗി വരുന്നത്, മെയിലിനാണ് കളറും കൂടുതൽ വരുന്നത്. ഇനി കാണിക്കാൻ പോകുന്നത് ഫീമെയിലിന് നല്ല ബോഡി കളർ വരുന്നത് അല്ലേ? അങ്ങനെ അപൂർവമായിട്ടേ വരുന്നുള്ളൂ സാധാരണയായിട്ട്. ഫീമെയിലിന് അത്രയും ഫുൾ കവറായിട്ട് കളർ കയറി വരാറില്ല. ആൽബിനോ അല്ലേ? റെഡ് ഇയർ കോയി, അതാണ് നമ്മൾ അടുത്ത് നോക്കാം. അത് 1.5 ഫീമെയിൽ ആണ് കേട്ടോ. അത് നോക്കുക. ഇതാണ് ആ സംഭവം അല്ലേ? ഇതാണത് ഫീമെയില്. ശരിക്കും റെഡ് കളർ ഫുള്ള് മെയിലും ആയി തന്നെ ശരിക്കും കണ്ടാ തോന്നും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇയർ എങ്ങനെ സ്റ്റേബിൾ വരുന്നത്? ഇപ്പൊ ഏകദേശം ബ്രീഡ് ഇറങ്ങി കുഞ്ഞുങ്ങൾ സെറ്റ് ആയി വരുന്നുണ്ട്. ഈഷട്ടിന്റെ വീഡിയോ വരുന്ന സമയമാകുമ്പോഴത്തേക്കൊക്കെ നമുക്കൊരു ജൂനൽ നോക്കിയിട്ട് സെയിൽ ചെയ്യാൻ കഴിയും. ഇപ്പൊ പൊതുവെ നമ്മളിപ്പോ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ബാച്ച് നോക്കും. കാരണം ഇത്രയും ഒരു ഗൾ വിങ്സും അതേപോലെ തന്നെ അപ്പർ വ്യൂയിലും ഫുൾ ബോഡി കവറാണ് ആ ഫീമെയിലിന് വരുന്നത്. നല്ല വ്യൂ ആണ്. ഇതിപ്പോ 3 ആണ് ഇപ്പൊ വിയറ്റ്നാമിൽ നിന്ന് വന്നതിലുള്ള ഒരു സ്ട്രെയിൻ. ഇതാണ് വിയറ്റ്നാമിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഞാന് ഇപ്പൊ മോസ്റ്റ്ലി ഇപ്പൊ വിയറ്റ്നാമിൽ നിന്ന് ഇന്തോനേഷ്യ എടുക്കുന്നത്. പിന്നെ ലോക്കൽ പർച്ചേസും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഏകദേശം നമുക്ക് വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ജുവനൽസ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് മെറ്റൽ ബ്ലാക്ക് ലൈസ്, ഷോർട്ട് ബോഡിയില് റിബൺ ആണ്. ഷോർട്ട് ബോഡിയിൽ റിബൺ ആണ് വരുന്നത്. ഷോർട്ട് ബോഡിക്ക് പൊതുവെ ടൈല് കുറവായിരിക്കും, ബട്ട് ഇതിന് കുറച്ച് ടൈല് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഫീമെയിൽസ് ഒക്കെ ഷോർട്ട് ബോഡി ആയിട്ടാണ്. മെറ്റൽ ബ്ലാക്ക് ലൈസ് ആണ്. ഫുൾ ബ്ലാക്കിലാണ് വരുന്നത്. അതിലേക്ക് കുറച്ചും കൂടെ ടൈലിലേക്ക് ലൈസ് പ്രിന്റ് കയറി വരാനുണ്ട്. ഏകദേശം നമ്മൾ പുതിയ സ്ട്രെയിൻസ് ഒക്കെ ആകുമ്പോൾ ചെറിയൊരു സ്റ്റെബിലിറ്റി അങ്ങോട്ട് കാണുമെങ്കിലും മോസ്റ്റ്ലി സ്റ്റേബിൾ ആയി വരുന്നുണ്ട്. ഇത് ജാഗോർ. അതെ അതെ. ഇതിപ്പോ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 7 month ആയി ഉണ്ടാവും. ഇതിപ്പോ ഇവിടെ ഒരു ലോക്കൽ പർച്ചേസ് ഞാൻ ചെയ്തതാണ്. എനിക്ക് ഇഷ്ടമാണ്. നല്ലൊരു സ്ട്രെയിൻ ആണ്. അതെ അതെ, നല്ല പ്രിന്റും വെച്ച് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് നമ്മള് ഒരു കോമ്പറ്റീഷൻ ചെയ്യുന്ന ലെവലിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. കാരണം ഞാൻ ഓൺലൈൻ കോമ്പറ്റീഷൻ ചെയ്യാറുണ്ട്, ഓൾറെഡി ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കൊരു AOC കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള എനി അതർ കളേഴ്സ് അതിലേക്ക് സൂട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ട് ഇപ്പൊ ബ്രീഡ് ഇറക്കുന്നത്. എടുത്ത് ചെയ്യുന്നുണ്ട്, അതിൽ സെയിലും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട്. അതേപോലെ കറക്റ്റ് ബ്ലാക്ക് ഹാഫ് ആയിട്ടാണ്, ഹാഫ് ബ്ലാക്ക് തന്നെ ഫീമെയിലിന് കറക്റ്റ് കിട്ടുന്നുണ്ട്. അതൊരു ഗോൾഡൻ ജാഗൂർ എന്നാണ് ഇതിന്റെ കറക്റ്റ് നെയിം വരുന്നത്. ഇത് പിങ്ക്, ആൽബിനോ പിങ്ക് മൊസൈക്ക് എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു ഇയർ ഉള്ള ഫിഷ് ആണ്. ബട്ട് ആൽബിനോ അതിനെക്കൊണ്ട് കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇയർ കാണിക്കുക. സ്റ്റെബിലിറ്റി ഒന്നും വലിയ മോശമൊന്നും കാണിക്കുന്നില്ല. എങ്കിലും നമുക്കൊരു 70% പറയാൻ കഴിയുന്നുള്ളൂ. കംപ്ലീറ്റ്ലി ഒരു സ്റ്റേബിൾ അല്ല ഫിഷ്, ബട്ട് 70 ഓക്കെയാണ്. ഇത് മജന്ത റെഡ് ടൈഗർ. റെഡ് ടൈഗറിന്റെ സോളോ റിബൺ. ഇതിപ്പോ ഞാൻ ഇവിടെ ഒരു 1.5 വർഷങ്ങളോളായിട്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, ഇതിൽ നമുക്ക് ആൽബിനോസും കിട്ടും. ആൽബിനോ ഇറങ്ങുന്നുണ്ട്. ബ്ലാക്ക് ഐയിൽ ആൽബിനോ ഇറങ്ങിയിട്ട് ആൽബിനോസും കിട്ടും, ബ്ലാക്ക് ഐയും കിട്ടും. അതിന്റെ ആൽബിനോസ് സെപ്പറേറ്റഡ് ചെയ്തിട്ട് ഇവിടെ സ്റ്റേബിൾ ആയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഗിരീഷ് ചേട്ടാ, അത് ഒരു സാൻഡ. നമ്മളിപ്പോ സാൻഡ ഉണ്ടല്ലോ, സാൻഡയിൽ ചെറിയൊരു ഇയർ ഉണ്ടാവും. അതേപോലെ തന്നെ ഷോർട്ട് ബോഡിയാണ് വരുന്നത്. അതേപോലെ റിബൺ ആണ് വരുന്നത്. വെച്ച് കഴിഞ്ഞാല് സാൻഡയില് റിബണില് ചെറിയൊരു ബിഗ് ഇയർ എന്ന് പറയാം. അല്ലാണ്ട് ഡംബോ അല്ല, ഒരു ബിഗ് ഇയർ ആണ്. പുതിയ സ്ട്രെയിൻ അല്ലേ? ഗിരീഷ് ചേട്ടാ, ഇത് കോബ്ര റെപ്റ്റൈൽ ആണ്.
കോബ്ര റെഡ് ടൈല്. റെഡ് ടൈൽ, അതെ അതെ. അത് സ്നേക് സ്കിൻ എന്നും പറയാറുണ്ട് ആൾക്കാര്. ബട്ട് കോബ്രയും സ്നേക് സ്കിന്നും തമ്മിൽ കുറച്ച് പാറ്റേണിന്റെ ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതിന് കോബ്ര ആയിട്ടാണ് ബ്രീഡർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതെ അതെ. അപ്പൊ കോബ്ര ആണ് ഇത് വരുന്നത്. ഇതിൽ റിബൺ ആണ് വരുന്നത്. ഇതിന് മുമ്പത്തെ അപേക്ഷിച്ച് വരുമ്പോ റിബൺ ആയപ്പോ കുറച്ച് ടൈൽ ഡെൽറ്റ ഓവർ ആയിട്ട് വരുന്നില്ല. ബട്ട് കുറച്ച് കുഴപ്പമില്ലാത്ത ഡെൽറ്റേ ഉള്ളൂ. പക്ഷെ നല്ല റിബൺ ഫിൻ ആണ് വരുന്നത്. ഇത് ഇവിടെ എപ്പോഴും ഉണ്ടല്ലേ ബ്ലൂ ഗ്രാസ് ആണ്. അതെ അതെ. ഇത് ഇപ്പൊ ഒരു 3-4 വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മളെ ഫാമിലൊക്കെ ഒന്ന് ഉണർത്തിയ ഒരാളാണ്. വേൾഡ് വൈഡ് കോമ്പറ്റീഷനിലൊക്കെ വിന്നറായതിന്റെ ഒരു ഫിഷ് അതേ ലൈൻ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഗൂഗിളില് ഇമേജ് അടിച്ച് ആദ്യം കാണിക്കുന്നത് ഗ്രാസ് ആയിരിക്കില്ല കാണിക്കുക. അത്രയും പെർഫെക്റ്റ് ആണ് ഇത്. ഇതിന്റെ വീഡിയോ എടുക്കൽ ഒരു ടാസ്ക് ആണ് ശരിക്കും. അതിന്റെ ഇപ്പൊ ഈ വീഡിയോ ആയിരിക്കും ഒന്നും കൂടെ മറ്റേനെക്കാട് നിങ്ങൾക്ക് കളറേഷൻ കിട്ടുന്നത്. ഒരു സ്ട്രെസ്സും കാണിക്കുക. ശരിക്കും ഒരു എണ്ണാന്റെ കാണാതാ ഈ വീഡിയോ സൂപ്പറാണ്. ആ ഒരു എണ്ണാന്റെ ഒരു അത് കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ തന്നെ വരുന്ന ഒരു ഗ്രാസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ റെഡ് ഇറങ്ങുന്നുണ്ട്. ഒരു 30% റെഡ് മസ്റ്റ് ആണ്. അത് ജനറ്റിക്കലി അത് അങ്ങനെയാണ് ഗ്രാസ്. ചേട്ടാ ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജാഗൂറിന്റെ ഒക്കെ മാതിരി തന്നെ നമുക്കൊരു ലോക്കൽ പർച്ചേസ് ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ട്രെയിൻ ആണ്. വെച്ച് കഴിഞ്ഞാല് ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ എന്നാ പറയാ. അതിൽ കുറച്ച് ഇയർ ഉണ്ട്. ഇയർ കാണിക്കുന്നുണ്ട്, നല്ല കോളി കാണിക്കുന്നുണ്ട്. ഫീമെയിൽസിനും അതേപോലെ തന്നെ അത്യാവശ്യം കോളി കാണിക്കുന്നുണ്ട്. അതെ, ടോപ്പ് വ്യൂ നല്ലതാണ്. ഇപ്പൊ എന്റെ ഒരു ഫാമിന്റെ ഒരു നിലവാരം വെച്ചിട്ട് ഈ ആൾക്കാർക്കൊക്കെ ഒരു 1000 റുപ്യാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് അപേക്ഷിച്ചിട്ട് ഞാൻ കുറച്ച് ലോക്കൽ പർച്ചേസ് ചെയ്തിട്ട് 200 രൂപ തൊട്ടിട്ട് എന്റെ ഒരു ഫാമിനെ അപേക്ഷിച്ച് ആൾക്കാർക്ക് ഒരു ഇതുണ്ട്. 1000 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള റേഞ്ച്. അപ്പൊ ഞാനിപ്പോ അത് മാറ്റിയിട്ട് ഒരു 200 റേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫിഷസ് അവൈലബിൾ ആണ്. അപ്പൊ കുറച്ച് ലോക്കൽ പർച്ചേസ് ഞാൻ ചെയ്തതില് ഡാർക്ക് നൈറ്റ് ഡ്രാഗണ്, ജാഗോർ അങ്ങനത്തെ കുറച്ച് സ്ട്രെയിൻസുകൾ ഞാൻ ചെയ്തിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2000 വരെയുള്ള ഫിഷസ് അവൈലബിൾ ആണ്. റെഡിന്റെ സെക്ഷൻ അത് ഫുള്ള് റെഡിന്റെ സെക്ഷൻ ആണ്. ഈ താഴെ തൊട്ടിട്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. 1.5 അക്വറത്തിൽ ഫുള്ളും ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ഇതേപോലെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യാ ചെയ്യുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ കാണിക്കുന്നത് റെഡിന്റെ ആണ്. മെയിൽസിനെ സെപ്പറേറ്റ് ചെയ്ത ഇതിപ്പോ ഏകദേശം ഈ ഒരു സൈസിലാണ് ഇപ്പൊ നമ്മൾ സെയിലിംഗ് സൈസ് കൊടുക്കുക. ഇതാണ് മോസ്റ്റ്ലി ഇതിന്റെ നല്ല കോളും. ഇത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ചാമ്പ്യൻസ് കിട്ടിയ അതേ സെയിം ലൈനാണ് ഞാൻ കീപ്പ്. ഞാൻ അതിനെ പേരിട്ട് ജിസ് ലൈൻ തന്നെ. ഞങ്ങളെ ഫാമിന്റെ ലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു 5 വർഷത്തോളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഫുൾ റെഡ് ആണ്. ഇതൊക്കെ അതാണ്. ഈ ഒരു സെക്ഷൻ റെഡ് ആണ്. ഈ താഴെ കിടക്കുന്ന ബേബീസ് എല്ലാം റെഡിന്റെ ഒരു സെക്ഷൻ ആണ്. അതെ അതെ. ഇതൊക്കെ എക്വറൻസ് ഒക്കെ വരുന്നതൊക്കെ റെഡിനാണ്. പുറത്ത് തണുപ്പായപ്പോ ഇഷ്യൂസ് വരുമ്പോ നമ്മൾ എക്കോറത്തിലേക്കാണ്. ഇപ്പൊ തണുപ്പ് കാലം അതിനെ കൊണ്ട് എക്കോറത്തിലാണ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതെ അതെ. അല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ബ്രീഡ് ഇറക്കും. ഇപ്പൊ ഇതാണ് കേജ് ചെയ്യുന്നത്. കേജിങ് സിസ്റ്റം ഇതാണ്. ഇങ്ങനെ വലിയ വലിയ ബിഗ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ കേജിങ് സിസ്റ്റം ആണ്. അപ്പൊ കുഞ്ഞുങ്ങളെ അതിലെ കൂടെ അങ്ങോട്ട് പോകും. പോയിക്കോളൂ. എന്നിട്ട് ആ കുട്ടികളെ ഇതൊക്കെ ഇപ്പൊ അങ്ങനെ ബ്രീഡ് ഇറങ്ങിയ കുട്ടികളാണ്. ഇവിടുന്ന് പിന്നെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് പോകും. ഇതിന്റെ ബ്രൂഡിനെ കാണണമെങ്കിൽ കാണിച്ചാൽ അത്രയും സൈസുകളുള്ള ബ്രൂഡുകൾ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബ്രൂഡ് സെക്ഷൻസ് ആണ്. അവര് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു 300 ടാങ്കും ഒരു ഗ്ലാസ് ടാങ്കുകളും ഒരു 10-30 വലിയ ടാങ്കുകളും. അതിനെ അപേക്ഷിച്ചിട്ട് ഞാനൊരു 10-20 ഫീമെയിൽസിനെ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അത് ചെയ്യുന്നത് വൃത്തിയിൽ റെഡ് ചെയ്യാ എന്നുള്ളതാണ്. റെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന വൈറ്റ് ടെക്സിഡോ. വൈറ്റ് ടെക്സിഡോ സെക്ഷൻ കാണിച്ചത്. അതെ, അത്രയും മെയില്. ഈ മെയില് ഏകദേശം ഒരു അബവ് 8 months ആയിട്ടുണ്ട്. ഈ ഫീമെയിലിന് നമുക്ക് ഏകദേശം എത്ര കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ? എനിക്ക് ഇവിടെ കുഞ്ഞുങ്ങൾ കുറവാണ്. ഒരു 50 ടോപ്പ് കിട്ടത്തുള്ളൂ. വെള്ളത്തിന്റെ എന്താ വ്യത്യാസമായിരിക്കും. ഓരോരുത്തർ 100 എന്നൊക്കെ പറയുമ്പോ കൊതിയാവും. ബട്ട് ഹാപ്പിയാണ്. ഉള്ളത് കുഞ്ഞുങ്ങൾ സൈസ് ഉണ്ടാവും. ഡാമേജ് ഒന്നും വരാറ് കുറവാണ്. അവർ 40-45 കുട്ടികളെ ഞാൻ പിടിച്ച് പൊക്കാറുണ്ട്. 50 കിട്ടാറുണ്ട്. അതെ. ഇത് ഇപ്പൊ ലാസ്റ്റ് വിയറ്റ്നാമിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൽ 4 സ്ട്രെയിൻ കാണിച്ചല്ലോ. അതേപോലെ തന്നെ വിയറ്റ്നാമിലൊരു ഗോൾഡ് ആണിത്. ഗോൾഡ് ആള് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് അത്ര ഇല്ലെങ്കിലും ബട്ട്
സൂപ്പർ ഗള്ളാ വരുന്നത്. അതേപോലെ സാധാരണ ടൈല് കുറച്ച് കുറവായിരിക്കും ഗോൾഡിന് സംബന്ധിച്ച്, ഇതിന് ഡെൽറ്റ ടൈൽ എണ്ണായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാന് അവരുടെ ഓൾമോസ്റ്റ് അത്രയും ഇതില്ലെങ്കിലും ഇതിന്റെ ഒരു 70% നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. റൗണ്ട് ടൈൽ അല്ല വരുന്നത് ഇതിന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈല് ഇതാണ്. നോർമലിനും ഇയർ ഉണ്ട്, റിബണും നല്ല ഗൾ വിങ്സ് വരുന്നുണ്ട്. നല്ലൊരു സ്റ്റേബിൾ ആയിട്ട് കിടക്കുന്ന ഒരു ഫിഷാണ്. ഈശേട്ടാ പഴയ പോലെ സമയമൊന്നുമില്ല, എങ്കിലും എന്റെ ചെറിയ ശ്രമമാണ്. പണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ പാർട്ട്ണർ പോയിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്നല്ലോ, മുപ്പരാളായിരുന്നു എന്റെ ഫുൾ സപ്പോർട്ട്. ഇപ്പൊ 1.5 വർഷമായിട്ട് മുപ്പരാൾ പുറത്താണ്. അപ്പോ ഞാനിപ്പോ ഓൺലൈൻ കോമേഴ്സ് കുറവാണ്, എന്നാലും ചെയ്യാറുണ്ട്. അതേപോലത്തെ ഡെവലപ്മെന്റ്സ് ഒക്കെ കുറവാണ്. അതിൽ ചെയ്തൊരു ഫിഷാണിത്. വെച്ച് കഴിഞ്ഞാല് കോബ്ര റെഡ് ടൈല്, ബ്ലാക്ക് ഐ ആണ്, റൗണ്ട് ടൈലാ വരുന്നത്. അതിനെ സോളോയിലേക്ക് ആക്കി കൊണ്ടുവന്നിട്ടാണ്, സോളോ റിബണിലൊക്കെ ആക്കി ഇവിടെ സെറ്റ് ആക്കി കൊണ്ടുവന്നതാണ്. വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കുത്തിയതല്ല, അതൊക്കെ നിർത്തിക്കുന്നത്. ഇത് ഇൻബ്രീഡ് ആണ്. അതിൽ വരുന്ന ഇൻബ്രീഡിനെ ക്ലിയർ ആയത് കൊണ്ടുവരികയാണ്. കോബ്ര എന്നാണ്. കോബ്ര റൗണ്ട് ടൈലില്, അത് റൗണ്ട് ടൈൽ ആയിരുന്നു ഫിഷ്. അപ്പൊ അതിന് സോളോ റിബൺ ആയി മാറി വന്നിട്ടുണ്ട്. അതിപ്പോ ഏകദേശം കുഞ്ഞുങ്ങളൊക്കെ സ്റ്റേബിൾ ആയി വരുന്നു. സോളോ കിട്ടുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. നോർമൽ വേണമല്ലോ, സോളോ റിബൺ ലൈൻസ് നോർമൽ എന്തായാലും മസ്റ്റ് ആണ്. എന്നാലും അവർക്ക് ആ ക്രോസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കിട്ടും. അതേപോലെ തന്നെ സോളോന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഇറങ്ങുന്ന ഫീമെയിൽസ് നിന്ന് മോസ്റ്റ്ലി 90% സോളോസ് ഇറങ്ങാനുള്ള ചാൻസ്. ഈ ചില ആൾക്കാർക്ക് സോളോ ഒക്കെ ഇമ്പോർട്ട് ചെയ്യിപ്പിക്കും, ഫുള്ള് നോർമൽസ് കിട്ടും. അപ്പൊ അവരെന്താക്കും, അയ്യോ അത് പണിയായി. പക്ഷെ അങ്ങനല്ല, നമ്മൾ അതിനെ വെച്ച് ആ നോർമലിന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സോളോ കിട്ടും. കുറെ ആൾക്കാർ, പുതിയ ആൾക്കാർ ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോളോക്കുള്ള പ്രത്യേകത അങ്ങനെയാണ്. സോളോ എന്ന് ഇറങ്ങുന്ന ഫീമെയിൽസ് നോർമൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് സോളോ കിട്ടും. ബട്ട് റിബൺസിൽ നിന്ന് ഇറങ്ങുന്ന നോർമൽ ഫീമെയിൽസിൽ നിന്നും റിബൺ റിപ്പീറ്റ് കിട്ടാൻ റയർ ആയിട്ട് കിട്ടുള്ളൂ. എന്റെ 9 വർഷത്തെ എക്സ്പീരിയൻസിൽ റിബൺസിൽ നിന്നും ഇറങ്ങുന്ന നോർമൽ ഫീമെയിൽസിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിബൺ കിട്ടാൻ ചാൻസ് കുറവാണ്. ബട്ട് സോളോസിൽ നോർമൽ ഫീമെയിൽ ഇറങ്ങിയാൽ ആ നോർമൽ ഫീമെയിലിന് നിങ്ങൾക്ക് സോളോ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ചേട്ടാ ഇത് കോമൺ ആയിട്ട് ബ്ലാക്ക്, അതിൽ സോളോ റിബൺ ആണ് ഇപ്പൊ. അപ്പൊ അതെ, ബ്രീഡിങ് ആയിട്ടുണ്ട്. ബ്രീഡിങ്ങിലേക്ക് വരുന്നതാണ്. ഇതൊരു ഇൻഡോ ലൈൻ ആണ്. അപ്പൊ ഞാനിപ്പോ പൊതുവെ ഇപ്പൊ വിയറ്റ്നാം ഇൻഡോ അങ്ങനെ എടുത്തു പറയുന്നതിനോണ്ട് ഒന്നും തോന്നണ്ട. ചില ആൾക്കാരൊക്കെ വരുമ്പോ ഇമ്പോർട്ട് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല, മാർക്കറ്റൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊക്കെ വെറുതെ പറയാണ്. ഇന്ന് ഒരു വ്യക്തി ബ്രീഡ് ഇറക്കി കഴിഞ്ഞാല് സ്വന്തമായിട്ട് അവനൊരു കസ്റ്റമറെ കിട്ടാനും അവർക്ക് വേണ്ടിയതായിട്ടുള്ള എല്ലാ മേഖലയും പഴയനെക്കാട്ടി ഉണർന്നിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായത്തെ ഗിരീഷേട്ടുള്ള കാര്യം പറയാം. കാരണം ഇന്നിപ്പോ ഞാൻ റേഞ്ച് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, 30 to ഇതേപോലെ 3000 വരെ സെയിൽ ചെയ്യുന്ന ഫാമേഴ്സ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ മേഖല കണ്ടെത്തി കഴിഞ്ഞ്, പണ്ടത്തെ മാതിരിയല്ല, ഓരോരുത്തർക്ക് ബോംബെ ആയാലും പുറത്തേക്കാണെങ്കിലും ഹോൾസെയിൽ മാത്രം ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് അപ്പൊ ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞ ഇമ്പോർട്ട് ഒന്നും ഇല്ല, ഇപ്പൊ മാർക്കറ്റിന് ഒരു ഇത് വെച്ചാൽ തോന്നണ്ട. ഉഷാറാണ്, മെനക്കെടാൻ തയ്യാറുണ്ടോ, ഉഷാറാണ്. ക്ലിയർ ആയിട്ട് കൊടുക്കാൻ, നല്ല രീതിയിൽ കൊടുക്കാൻ ഇപ്പൊ ഫിഷസ് ഉണ്ട്. ഇത് ബ്ലോണ്ട് യെല്ലോ മൊസൈക്ക്, അത് ബ്ലാക്ക് ഐ ആണ് കേട്ടോ. ബ്ലാക്ക് ആൽബിനോ മാതിരി. ബ്ലോണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് സാധാ ഒരു യെല്ലോ കളർ ആണെങ്കിലും റെഡ് ആണെങ്കിലും ഇപ്പൊ ബ്ലൂ ആണെങ്കിലും ബ്ലോണ്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനൊന്നും കൂടെ കടക്കാക്ക സ്ട്രോങ്, കുറച്ചും കൂടെ ഒരു കളറ് കൂടുതലായിരിക്കും കാണിക്കുന്നുണ്ട്. ഇതിനേക്കാളുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലിപ്പോ കുറച്ച് സ്ട്രെയിൻസ് കൂടെ ഉണ്ട്. യെല്ലോ, ബ്ലോണ്ട് യെല്ലോ, ആൽബിനോ മെറ്റൽ യെല്ലോ. ഇതിനൊക്കെ നമ്മള് റെഡിഷ് കയറുന്ന ഫീഡ് കുറച്ച് കുറയ്ക്കണം, അല്ലെങ്കിൽ ടൈലിലേക്ക് നന്നായിട്ട് കയറി വരുന്നുണ്ട്. യെല്ലോഷിനൊക്കെ അങ്ങനെ കയറുന്നുണ്ട്. ഇപ്പൊ ഗ്രാസസ് ഓൾറെഡി ജെനറ്റിക്കലി അവർ റെഡ് ഇറങ്ങുന്നുണ്ടെങ്കിലും ഫുഡ് ബേസ് ചെയ്തിട്ട് അവർക്ക് കയറില്ല. ബട്ട് വൈറ്റ് ടക്സിഡോയിലാണെങ്കിലും പ്ലാറ്റിനം വൈറ്റിലാണെങ്കിലും ഇപ്പൊ ഈ യെല്ലോ സ്ട്രെയിൻസിനൊക്കെ ആണെങ്കിലും റെഡിഷ് കയറുന്ന ഫീഡ് നമ്മൾ കുറയ്ക്കുക. കൊടുക്കണ്ടെന്നല്ല, വീക്സ് 1 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂസ് ഇല്ല. ഇത് ചില ആൾക്കാർ എന്താക്കും, 2 ഫീഡ് കീപ്പ് ചെയ്യും, 7 ദിവസം അത് മാറി മാറി കൊടുക്കും. അതിന് ബദല് 7 ഫീഡ് ഡ്രൈ ഫീഡ് ചൂസ് ചെയ്തോളൂ, ഓരോന്നോരോന്നായിട്ട് കൊടുത്തോളൂ, അതിന് നല്ലതും ചീത്തയൊക്കെ കിട്ടിക്കോളൂ. അപ്പൊ അങ്ങനെ മെയിൻ ചെയ്ത് പോകും. ഇത് വൈൽഡ് ഫ്ലമിംഗോ കോളിഡോർസല് വരുന്ന ഒരു ഫിഷാണ്. ബ്ലാക്ക് ഐ ആണ്. വൈൽഡ് ഫ്ലമിംഗോ റെഡ് കോളിഡോർസല് റോസ്റ്റേല് വരുന്ന ടൈപ്പാണ്. ഇതിന്റെ പാരന്റ് ചത്തുപോയി, അടിപൊളി സാധനമാണ്. അതിന്റെ ബേബീസ് കറക്റ്റ് ആയിട്ട് ടൈല് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ കൊടുക്കാനുള്ള പീസാണ് നമുക്ക്.
സികളിൽ മൊത്തം നമ്മൾ അക്വറിയം. ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് സെയിലിനുള്ളതെല്ലാം ഈ 36 അക്വറിയം മുകളിൽ 36 അക്വറിയം മുകളിലുള്ളത്. താഴെയുള്ളതൊക്കെ നമ്മളിങ്ങനെ കേജ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രീഡ് എടുക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഈസിയാണ്. ഇതിന്റെ തന്നെ സൈസ് ആവുന്നതിനനുസരിച്ച് മുകളിലേക്ക് ഷോ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്ത് പോകും. കസ്റ്റമർ അവർക്കിപ്പോ ഈസി ആയിട്ട് എനിക്ക് ഇതിപ്പോ റെഡ് ആണ്, ഇത് പാൻഡ് ആണ്, ഇതിപ്പോ ജാഗൂർ ആണ്, ബ്ലാക്ക് സോൾ ആണ്, അപ്പൊ ഇത് സാൻഡ് ആണ്. അങ്ങനെ എനിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് അങ്ങനെ പോവാൻ കഴിയും. സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. എല്ലാ സാധനങ്ങളും മൊത്തം ഉണ്ട്. ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. പിന്നെ വലിയ സൈസ് ഒന്നും എന്റെ ഫാമിലി എനിക്ക് കഴിയുന്നില്ല. ഓൺ പ്രൊഡക്ഷൻ ആണ്. വെച്ച് കഴിഞ്ഞാല് എന്റെ സ്വന്തം പ്രൊഡക്ഷൻ അങ്ങനെ ജുവനൽസ് ആകുമ്പോൾ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം അനുസരിച്ച് കുഴപ്പമില്ലാണ് പോകുന്നുണ്ട്. ഇത് ബ്ലോണ്ട് കോയില് ഷോർട്ട് ബോഡിയാണ്. ഇത് ബ്ലാക്ക് ഐ സ്ട്രെയിൻ ആണ്. നിങ്ങൾ നേരത്തെ ചോദിച്ചത് എന്നോട് അത് നിങ്ങൾക്ക് ആൽബിനോ പോലെ തോന്നിയത്. ഗപ്പീസിൽ 2 ടൈപ്പ് ഓഫ് ബോഡീസ് ആണുള്ളത്. ഒന്ന് യെല്ലോ ബോഡീസും ഒന്ന് ബാക്കി ഒരു കറുപ്പ് കളേഴ്സും ഉള്ളത്. അതുകൊണ്ടാണ് ഈ ചില ആൾക്കാർക്ക് അത് ആൽബിനോ ആണോ എന്ന് തോന്നുന്നത്. ബട്ട് ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് ബോഡി വൈറ്റ് കളറാവും, ബ്ലാക്ക് ഐ ആണ്. അതാണ് ഗിരീഷേട്ടൻ ഒരു കൺഫ്യൂഷൻ തോന്നിയതിന്റെ കാരണം അതാണ്. അത് ബ്ലോണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് തോന്നുന്നു. കളറേഷനാണ്, 2 കളറേഷനാണ് ഉള്ളത് ബോഡിയിൽ വരാം. വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഗ്രാസിന്റെ ഫീമെയിൽസ് ഒരു ഗ്രേ കളറാണ് ഉണ്ടാവുക. അതിന് അതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഇതൊരു മഞ്ഞ കളർ, ഒരു വൈറ്റ് മഞ്ഞ കൂടിയതാണ്. 2 കളറാണ് ഉണ്ടാവുക. അതിൽ തന്നെ ബ്ലാക്ക് ഐസും വരും. ഇതെല്ലാം ഇങ്ങനെ കാണുന്നത് ഫുള്ളും നമ്മള് ഒരിക്കലും ഒരു ബ്രീഡേഴ്സ് അത് ആൽബിനായിട്ട് കൂട്ടരുത്. ഗിരീഷേട്ട ഇത് ടോപ്പോസിന്റെ ഡെൽറ്റ ടൈലാണ്. ഡെൽറ്റ ടൈല് റിബൺ ആണ് വരുന്നത്. ഇതും ഇതേപോലെ തന്നെ പറഞ്ഞ പോലെ റെഡ് വരുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതെ, റെഡ് വരുന്നുണ്ട്. ബട്ട് ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു 10% ഞാൻ കാണിക്കുന്നുള്ളൂ. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ 30 to 40 വരെ വരുന്ന ബാച്ചസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഗിരീഷേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മജന്ത റെഡ് ടൈഗർ, അതിന്റെ സോളോ റിബാണ്. ഓക്കെ, അതിന്ന് നമുക്ക് ആൽബിനെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആൽബിന് ഇതിങ്ങനെ സോളോ അത് അങ്ങനെ തന്നെ സ്റ്റേബിൾ ആയിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു സ്ട്രെയിനിന് നമുക്ക് ആൽബിനോസ് കിട്ടിക്കഴിഞ്ഞാല് പെട്ടെന്ന് സഡൻ ആയിട്ട് നമുക്ക് അതിനെ സ്റ്റേബിൾ ആക്കി കൊണ്ടുവരാൻ കഴിയും. റിപ്പീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയി ഇറങ്ങൂലെന്നല്ല, ഇറങ്ങിയിട്ടുണ്ട്, എക്സ്പീരിയൻസിലാണ് കിട്ടിയിട്ടുണ്ട്. ബട്ട് മോസ്റ്റ്ലി നിങ്ങൾക്ക് ആൽബിനോസ് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പൊ ഏതും സ്ട്രെയിനിന്റെ ഒരു ആൽബിനോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കണ്ട, പിക്ക് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ഞാനൊക്കെ ഇതിപ്പോ ഒരു 6-8 മാസം കൊണ്ട് സെറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന് എനിക്കിപ്പോ റിപ്പീറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് ആയി കിട്ടിയിട്ടില്ല. ആൽബിൻ തന്നെ വരുന്നുള്ളൂ. ഇതിപ്പോ ആൽബിനോ, മജന്ത, റെഡ് ടൈഗർ, സോളോ, റിബൺ ആണ്. മറ്റേലേക്ക് ബ്ലാക്ക് ആയി കൂട്ടിയാൽ മാത്രം മതി. ഇതിന് ആൽബിനോ. ഇത് HP ബ്ലൂ ആണ് ഗിരീഷ്. പഴയ സ്ട്രെയിൻ ആണ്. ചുരുളമ്മ സ്ട്രെയിൻസുകളാണ് ഞാൻ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. അതിലെ ഒരു മോസ്റ്റ്ലി എനിക്ക് ഇഷ്ടമുള്ള ഒരു HP ബ്ലൂ. ഇതിപ്പോ റിബണും അവൈലബിൾ ആണ്, നോർമലും അവൈലബിൾ ആണ്. ബട്ട് റിബണില് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് കയറുന്നുണ്ട്. അത് ബ്രീഡർ പറഞ്ഞ ജനറ്റില് അങ്ങനെ ആണെന്നാണ് എന്തോ എന്നാലും കാണിക്കുന്നുണ്ട്. ബട്ട് നോർമൽ ഫുൾ സ്റ്റേബിൾ ആണ്. ഗ്രോത്തിങ് സെക്ഷൻ ആണ് വെച്ചാൽ ബേബീസിനെ ഗ്രോത്ത് ചെയ്യുന്ന സെക്ഷൻ ആണ്. അത് ഇതിലിപ്പോ 2, 4, 6, 8, 9 ടാങ്ക് ഉണ്ട്. റൗണ്ട് ടാങ്ക് ആണ്. ഇതിലിപ്പോ ഞാനൊരു 150 കുട്ടികളെ ഇതിലിടും. 150 കുട്ടികളെ ഇട്ടിട്ട് പൊക്കും. എന്നിട്ട് അതിൽ നിന്ന് മെയിൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എക്കോർത്തിൽ കയറ്റിക്കാണ്. ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഇതിന്റെ പിന്നെ വലിയ ടാങ്കുകൾ ഉണ്ട്. അതിൽ നമുക്ക് 300 പീസ് കയറ്റാനുള്ള കപ്പാസിറ്റി ഉള്ള ടാങ്ക് കിടക്കുന്നുണ്ട്. ഇതാണ് 300 പീസ് കയറ്റാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള ടാങ്കുകൾ. അപ്പൊ എന്റെ ഒരു ചെറിയ സൗകര്യത്തിന്, ചെറിയ ഫാമിലി അനുസരിച്ചിട്ട് ഞാനൊരു 10 ഇങ്ങനെ ഇതിവിടെ 10 ഉണ്ട്. അകത്തൊരു 5-8 എണ്ണം അകത്തുണ്ട്. ഇതിന്ന് ഇങ്ങനെ സെക്ഷൻ തിരിച്ചിട്ട് ഓരോരോ ഐറ്റത്തിന്റെ കയറ്റിയിട്ടിട്ട് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യാറാണ് പതിവ്. ഇത് 10-300 ആ റേഞ്ചിലേക്ക് വരും. എന്നാലും ഹൈറ്റ് കുറച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. നമുക്ക് മാറ്റി കൊണ്ടുപോകാൻ പറ്റും. ഇത് ഇവര് ഷീറ്റായിട്ടാണ് തരാ. എന്നിട്ട് നമ്മൾ പ്ലംബിംഗ് വർക്ക്, ഇതൊക്കെ നമ്മളെ പാർട്ട്ണറുടെ വർക്കാണ്. മൂപ്പരാൾ ചെയ്തിട്ട് ഇതൊരു ഷീറ്റ് ആയിട്ട് അവർ മടക്കിയിട്ട് കൊണ്ട് തരും. എന്നിട്ട് നമ്മളിത് പ്ലംബിംഗ് വർക്ക് തരും. ഇതിന് 9000 ആ ഒരു റേഞ്ച് വരുന്നുള്ളൂ ഒരു ടാങ്കിന്. നമ്മള് ലൈഫ് ഉണ്ട്. 4 വർഷത്തെ സൺലൈറ്റ് ഗ്യാരണ്ടി പറയുന്നുണ്ട്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ തരും. നമുക്ക് ഇഷ്ടമുള്ള സൈസ് ആണെങ്കിൽ അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും, സെറ്റ് ആക്കി തരും. പക്ഷെ നമ്മൾ പ്ലംബിംഗ് വർക്കും കൂടെ കൂടുമ്പോൾ ഒരു ചെറിയ എക്സ്പെൻസ് വരും. ഫ്ലോർ ക്ലിയർ ആയിരിക്കണം, വാട്ടർ ലെവൽ ആയിരിക്കണം. പിന്നെ ഒരു പീസ് കല്ല് അങ്ങനത്തെ ഒക്കെ കുടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജ് വരും. പക്ഷെ എന്നാലും നല്ല തിക്കുണ്ട്. ഉണ്ട്. വാട്ടർ ലെവൽ പക്കയായി കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആയിട്ട് നിന്ന് പോകും.
റെഡ് ഡ്രാഗന്റെ ഡാർക്ക് നൈറ്റ് ഡ്രാഗണ്. ഓരപ്പോ കേജ് ഉണ്ട്, കേജ് ഫീമെയിൽസ് ബ്രീഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10-12 എണ്ണം അത്ര ഉണ്ടാവുള്ളൂ, നമ്മൾക്ക് അത്രയുള്ള കപ്പാസിറ്റി അല്ലേ ഉള്ളൂ. ഇത് അതേപോലെ ഒരു റൂമിൽ ഒരു 4 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇതിന്റെ ഒരു വീടായിരുന്നു, ഇത് ഞാൻ പണ്ട് വീടായിരുന്നു എന്റെ. അതിപ്പോ ഞാനിപ്പോ അത് ഫുള്ളായിട്ട് ഫാം ആക്കിയിട്ട് നേരെ വാടകയ്ക്ക് വേറെ വീടെടുത്ത് പോയിക്കാണ്. നമുക്ക് താല്പര്യം, നമുക്ക് അത് മാർക്കറ്റ് ഉണ്ട്, ചെയ്താൽ കിട്ടും, അതൊരു കൺസെപ്റ്റ് ആണ്. ഇത് 3 റൂമുള്ള വീടായിരുന്നു. ഇത് കിച്ചണാണ്, കിച്ചണായിരുന്നു. അതേപോലെ ഒരു 4 എണ്ണം ചെയ്തു. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ബേസൺസ് ആണ് ചെയ്യുന്നത്. പുറത്ത് വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് എക്കോറിയം ആണ്, 350 എക്കോറിയം ചെയ്യുന്നത്. ബൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ക്വാളിറ്റി ക്വാണ്ടിറ്റി ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ ഹൂച്ച് ബൾക്കായിട്ട് ചെയ്യുന്നില്ല, ഉള്ളത് വൃത്തി കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇത് HP പാസ്റ്റൽ ആണ്. പാസ്റ്റലില് സോളോ റിബൺ ആണ് വരുന്നത്. സോളോ റിബൺ ആണ്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ ആ യെല്ലോ പാസ്റ്റൽ കളർ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതില് ആ യെല്ലോ ആണ്. അത് ടാക്സി യെല്ലോ എന്ന് പറയുന്നുണ്ട്. അത് കുറച്ച് ബ്ലോണ്ട് ആയിരിക്കും. ഇപ്പൊ മനസ്സിലായി, ബ്ലോണ്ട് ആകുമ്പോ അത് കുറച്ചും കൂടെ അങ്ങോട്ട് കേറി വരും. അപ്പൊ അതിനെന്താക്കും അവര് ടാക്സി യെല്ലോ, കറക്റ്റ് യെല്ലോ ആയിട്ട് കാണിക്കുന്നത്. ഇത് പാസ്റ്റൽ എന്നാ പറയാ. ഇത് പാൻഡന്റെ റിബൺ ഉണ്ട്, നോർമൽ ഉണ്ട്. ഇത് ശരിക്കും പക്ക നേരത്തെ തന്നെ റെഡിന് ആൽബിനോ റെഡ് പോയി കാണിച്ചെന്നില്ലേ, അതേപോലെ ഗൾവിങ്സ് നല്ല കളറേഷനിൽ മെയിൽസിനാണ് വരാം, ഫീമെയിൽസിന് കാണിക്കില്ല. മറ്റേത് ഫീമെയിൽസിനാണെങ്കിൽ ഇത് കാണിക്കുന്നത് മെയിലിനാണ്. അത്രയും ആ കറക്റ്റ് ആയിട്ടുള്ള ഇയർ വലിയ ഇയർ ആയിട്ട് തന്നെ വരും. ഇതിവിടെ നോർമലും റിബണും ഒക്കെ അവൈലബിൾ ആണ്. ഇത് റെഡ് ഡ്രാഗൺ ആണ്. റെഡ് ഡ്രാഗന്റെ നല്ല ഡോർസൽ വരുന്ന ഒരു സ്ട്രെയിൻ ആണ്. ഇതിപ്പോ ഒരു ബാച്ച് ആണ് വെച്ച് കഴിഞ്ഞാല് ബ്രൂഡിനെ കൂടുതൽ തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബാച്ച് കുഞ്ഞുങ്ങൾ. ഇത് ഫുൾ റെഡ് തന്നെ വരുന്നത്, റെഡ് ഡ്രാഗൺ തന്നെ വരുന്നത്. നല്ല സ്റ്റേബിൾ കാണിക്കുന്നുണ്ട്, ഫിഷ് കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആണ് ഫിഷ്. ഇത് മെറ്റൽ യെല്ലോ, ഇത് ആൽബിനോ ആണ്. ഇപ്പൊ ആൽബിനോയിൽ ഇതാണ്. ഇതിൽ റെഡിഷ് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഈ യെല്ലോ ബോഡി, ഇത് ആൽബിനോ ആണ്. നേരത്തെ പറഞ്ഞ ആൽബിനോ ഈ യെല്ലോ ബോഡി ആണെങ്കിൽ ബ്ലാക്ക് ഐ, ഇത് ആൽബിനോ എന്നാണ്. ഇത് മെറ്റൽ യെല്ലോ വെച്ച് കഴിഞ്ഞാൽ മെറ്റലിൽ യെല്ലോ ആണ്. ഇതിൽ ഇനി റെഡ് ഇറങ്ങുന്നുണ്ട്, ഒരു 20% റെഡ് ഇറങ്ങുന്നുണ്ട്. ഇത് മെറ്റൽ യെല്ലോ, ഇത് ആൽബിനോ ആണ്. ഇപ്പൊ ആൽബിനോയിൽ ഇതാണ്. ഇതിൽ റെഡിഷ് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഈ യെല്ലോ ബോഡി, ഇത് ആൽബിനോ ആണ്. നേരത്തെ പറഞ്ഞ ആൽബിനോ ഈ യെല്ലോ ബോഡി ആണെങ്കിൽ ബ്ലാക്ക് ഐ, ഇത് ആൽബിനോ എന്നാണ്. ഇത് മെറ്റൽ യെല്ലോ വെച്ച് കഴിഞ്ഞാൽ മെറ്റലിൽ യെല്ലോ ആണ്. ഇതിൽ ഇനി റെഡ് ഇറങ്ങുന്നുണ്ട്, ഒരു 20% റെഡ് ഇറങ്ങുന്നുണ്ട്. ചേട്ടാ ഈ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വൈറ്റ് അങ്ങനെയാണ്, പൊതുവെ ഒരു ഇത് കിട്ടുന്നില്ല. അത് ഒരു സ്നോ വൈറ്റ് ആണ്. സ്നോ വൈറ്റ് ആണ് വരുന്നത്. സ്നോ വൈറ്റില് നോർമൽ ഉണ്ടെങ്കിൽ ഇതിപ്പോ റിബൺ ആണ്. റിബൺ ഷാർപ്പിന് വരുന്ന ടൈപ്പാണ്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്റ്റേബിൾ ആണ്. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് വൈറ്റ് ടൈൽ ഡംബോ വെച്ച് കഴിഞ്ഞാല് അതെ. ഇതിന്റെ ഒരു കേസ് ഞാൻ ഫസ്റ്റില് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് ബ്രീഡിംഗ് ഒക്കെ കിട്ടാണ്ട് പോയി. ബട്ട് എനിക്ക് ഇഷ്ടമാണ്, നല്ല സ്റ്റേബിൾ ആണ് ഫിഷ് കാണിക്കുന്നത്. ഇപ്പൊ സ്റ്റേബിൾ. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു 200 റേഞ്ചിനൊക്കെ ആ ടൈപ്പും 200 തൊട്ടിട്ട് എന്നുള്ളതാണ്. ഇത് 200 നല്ലേ, അത് തൊട്ടിട്ടുള്ളതിലൊക്കെ ഉള്ള ഒരു സ്റ്റാർട്ടായിട്ട് ഞാൻ ലോക്കൽ പർച്ചേസ് ചെയ്തതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. ഇയർ ശരിക്കും എന്റെ അക്കോർത്തിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് കുറവാണ്. ഔട്ട്ഡോർ ഒക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് നല്ല ഇയർ കാണിക്കും. ഇത് മെറ്റൽ ബ്ലൂ. മെറ്റൽ ബ്ലൂവില് റോസ്റ്റൈൽ ആണ് വരുന്നത്. അതേപോലെ തന്നെ നല്ല ഡോർസലും നല്ല രീതിയിലുള്ള ഡോർസലും വരുന്നുണ്ട്. ഇതിലിപ്പോ പൊതുവെ അതെ. അത് ഏകദേശം അവന് ചാവാനായിട്ടുണ്ട്. അത് 8-9 മാസം പ്രായം ഉണ്ടാവും. അതിന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയാലൊക്കെ പൊതുവെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു മെറ്റൽ ബ്ലൂ. അതിൽ റെഡ് ഇറങ്ങിയിരുന്നു. ബട്ട് ഇതിൽ ബ്ലൂഷില് റെഡ് കാണിക്കുന്നില്ല. ഇനിയിപ്പോ ഒരു ബാച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്തായാലും. ഇപ്പൊ നിലവിൽ കൊടുക്കാനുണ്ട്, അതിന്റെ കുഞ്ഞുങ്ങൾ തന്നെ കൊടുക്കാനുണ്ട്. ആ വീഡിയോ കാണിക്കുന്നത് ഇത് ഐവറിയാണ്. ഐവറി ഇതില് ഗ്രീൻ ആയിട്ട് ഞാൻ കൊണ്ടുവന്നത്. ഇമ്പോർട്ട് ചെയ്യിപ്പിക്കുമ്പോ അതിലിപ്പോ ബ്ലൂ ഇറങ്ങുന്നുണ്ട്, ഡയമണ്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ നല്ല ടൈലും നല്ല ഡോർസലാണ് വരുന്നത്.
ഒരു കംപ്ലീറ്റ്ലി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിഷ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബട്ട് ഹോബിയസ്റ്റുകൾക്ക് ഇടയിലൊക്കെ നല്ല രീതിയിൽ സെയിൽ പോകുന്നുണ്ട്. 60% സ്റ്റേബിൾ ഞാൻ പറയും, അത്രേ പറയുള്ളൂ. 40 അങ്ങോട്ട് ഔട്ടാണ്. ഇത് HP റെഡ് ഇല്ലേ, അതിന്റെ സോളോയില് കോയില് റിബണാ വരുന്നത്, ഷോർട്ട് ബോഡിയാണ്. അപ്പൊ ഈ ഫാമിലി ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 സ്ട്രെയിനില് ഒരു സ്ട്രെയിൻ ഇതാണ് ഇത് കാണിക്കുന്നത്. ഫസ്റ്റ് കാണിച്ചത് HP റെഡ് കോളി റോസലിന്റെ ഷോർട്ട് ബോഡി. ഇത് രണ്ടും ഇപ്പൊ അവൈലബിൾ ആയി തുടങ്ങാണ്. ഇതാണ് ഇവിടുത്തെ മോസ്റ്റ് റേഞ്ച് വരുന്ന ഒരു ഫിഷ് ഇതാണ് വരുന്നത്. ഇത് ചേട്ടാ ഞാൻ വൈറ്റ് ടെക്സിഡോക്ക് മാത്രമായിട്ട് ഒരു റൂം സെറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ വൈറ്റ് ടെക്സിഡോക്ക് വേണ്ടിട്ട് ഒരു സെറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് കയറുമ്പോ അതിന്റെ ഒരു പ്യുർ വൈറ്റ് തന്നെ കാണിക്കുന്നുണ്ട്. എന്നാലും ചെറിയ ഇടങ്ങളിലൊക്കെ ഒരു ചെറിയൊരു യെല്ലോ ഞാൻ നേരത്തെ ഫുഡിന്റെ ക്യാരക്ടർ പറഞ്ഞില്ല, അത് പ്രൊഡക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ വൈറ്റ് ടെക്സിഡോ. ഫസ്റ്റ് കാണിച്ചില്ലേ ഇത്, ഇതൊക്കെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. നല്ല ടെയില് വരുന്നത്. വൈറ്റ് ടെക്സിഡോ, ഗ്രാസ്, AFR ഇതൊക്കെ എനിക്ക് വിന്നേഴ്സ് ആയിട്ടുള്ള ഫിഷസിൽ ഇട്ടതാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. വൈറ്റ് ടെക്സിഡോക്ക് മാത്രം സെക്ഷൻ ആക്കി. വൈറ്റ് ടെക്സിഡോക്ക് മാത്രം സെക്ഷൻ ആയി. ചെറിയ സൈസ് ആണ്. ഇനിയിപ്പോ ഇവിടെ എനിക്ക് ഇതേപോലെ മാറ്റിയിട്ട് മെയിലും ഒക്കെ മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ സെക്ഷൻസ് ഒക്കെ മെയിൽസ് ആണ്. ഇതിന്റെ ഫീമെയിൽ വലിയ ടാങ്കിലൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ ഉണ്ട്. എന്തോ എനിക്ക് ഇങ്ങോട്ട് കേറുമ്പോ ഭയങ്കര സന്തോഷാണ്. ഇവരുടെ തന്നെ കാണുമ്പോ ഇങ്ങനെ വരുന്നുണ്ടില്ലേ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ വളരെ ഹാപ്പിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ വരുമ്പോ ഇവര് വരുന്നത് കാണാൻ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതിപ്പോ ബ്ലാക്ക് ടാങ്ക് അതിനെക്കൊണ്ട് വൈറ്റ് ഇതൊക്കെ ശരിക്കും വൈറ്റ് ടെക്സിഡന്റ് വൈറ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കും. അവരിങ്ങനെ കേറി വരും. നല്ലൊരു സന്തോഷമാണ് വൈകുന്നേരം ഇങ്ങനെ കേറി വരുമ്പോഴേ ഇവരിങ്ങനെ കൊണ്ട് വരുന്ന കാണുമ്പോൾ. അതെ അതെ. വൈറ്റ് ടെക്സിഡ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇത് എൻക്വയറി ഉണ്ട്. എൻക്വയറി ഉണ്ട്. ഇത് കുറച്ച് പ്ലാറ്റിനം ഡംബോ ആണ്. വീഡിയോ എടുക്കാത്തതാണ്. ഇവിടെ അവൈലബിൾ ആണ്. ഈ സൈസിലുള്ളത് അവൈലബിൾ ആണ്. അപ്പൊ എല്ലാം ആണല്ലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ആൾക്കാരെ റിക്വസ്റ്റ് ആണ് കേട്ടോ. കൂടുതലായിട്ട് എനിക്ക് നന്നായിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജിസ് അക്വാ ഫാം ഇത് മാത്രം ചെയ്യുന്നത്? ഞങ്ങൾക്കും കസ്റ്റമേഴ്സ് ആൾക്കാർക്ക് അത്ര റേഞ്ച് ഉള്ളതും വേണ്ടേ? ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇനിയിപ്പോ ഫാം ഹൗസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾ ടൈപ്പ് ഓഫ് സെക്ഷൻ വേണം, എന്നാലും അവർക്ക് സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും കേട്ടോ. അപ്പൊ നമ്മള് വന്നപ്പോ 10 ഐറ്റം ഗപ്പികൾ എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ അതിന്റെ ഭംഗി കൊണ്ട് നമ്മള് ഏകദേശം 30 വെറൈറ്റി 31 വെറൈറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞു. എന്തായാലും അടിപൊളി ഗപ്പികളായപ്പോൾ നമ്മൾ കണ്ട്. അപ്പോൾ നമ്മളെ ജൂനിയേഴ്സിന്റെ കയ്യിൽ ഇനിയിപ്പോൾ പുതിയ ഐറ്റം എത്തിയിരിക്കുകയാണ്. ഗപ്പിയല്ല, അടുത്തത് മോളീസ്, ഫിഷ് മോളി. അത് നമ്മളെ ഇവിടെ കാണുന്ന സാധാ മോളിയല്ല, പുറത്തുനിന്ന് വരുന്ന മോളിയാണ് അല്ലേ? അത് 1.5 മോളികളാണ്. എത്ര ഐറ്റം മോളികളുണ്ട്? ഒരു 2-3 ഐറ്റംസ് കാണിക്കാം. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഗപ്പിന്റെ ഇപ്പൊ ഞാൻ ആ സെക്ഷൻ ഒക്കെ കാണിച്ചിട്ടില്ലല്ലോ. അത്രയും ഐറ്റംസുകൾ പുതിയ ഉണ്ട്. അതിന് ക്ഷമ ചോദിക്കുന്നുണ്ട്. കാണിക്കാത്തതിന്റെ കാരണം എനിക്ക് അങ്ങനെ കുറച്ച് പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് അത്രയും ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നത്. അവർ സ്ട്രെസ്ഡ് ആവും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് അടുത്ത വീഡിയോസിൽ ഇതേപോലെ ഒരു 10 എണ്ണം കൂടെ നമുക്ക് കാണിക്കാൻ ഉണ്ടാവും. തീർച്ചയായിട്ടും കാണിക്കാനുണ്ടാവും. അപ്പൊ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് മോളീസ് ആണ്. അപ്പോൾ ജൂനിയേഴ്സിന്റെ ആദ്യമായിട്ടാണ് എത്തുന്നത്. ആ മോളീസ് ഇവിടെ ബ്രീഡായി കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ അപൂർവങ്ങൾ വളരെ വെള്ളമായിട്ട് മാത്രമേ ആ ഒരു മോളീസ് ബ്രീഡ് ആവുന്നുള്ളൂ. അപ്പോൾ അത് ഇവിടെ ബ്രീഡായിട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നോക്കാം. അതെ മോളി സെക്ഷനാണ്. അതെ. ഇത് ഡയമണ്ട് ഐ ആണ് വരുന്നത്. ബ്ലൂയിഷ് ഡയമണ്ട് ആണ് വരുന്നത്. അതെ. അതെ. അത് നല്ലോണം ടൈല് ഇതായി കിടക്കുന്നത് മെയിലും മറ്റേത് ഫീമെയിലും ആണ്. ഇയറും ഉണ്ടാവും. ഇവിടെ ഉണ്ടായ കുട്ടികളാണ്. ഇതൊക്കെ ഇവിടെ ഉള്ള കുട്ടികളാണ്. അപ്പോ എങ്ങനെയാണ് ബ്രീഡിംഗ് കേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്? ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായി. ബ്രീഡിംഗ് കേജ് വെച്ച് കഴിഞ്ഞാല് ബ്രീഡിംഗ് കിട്ടുന്നില്ല. അവര് സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി. ഏത് സ്പെഷ്യലി വൈറ്റിന് കേട്ടോ. പിന്നെ മറ്റേത് ആ കേജ് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന കുട്ടികളെ എടുത്തിട്ട്
സമാധാനപ്പെടാം, വേഗം എടുത്തിട്ട് സമാധാനപ്പെടാം, അത്രേ ഉള്ളൂ. അത് ചിലത് ഇപ്പൊ സെക്കൻഡ് ബ്രീഡ് എനിക്ക് കിട്ടിയത് 47 days കഴിഞ്ഞിട്ടാണ്. പൊതുവെ 28 30 days കിട്ടേണ്ടതാണ്. 47 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ കിട്ടുന്നത്. ഇത് നമുക്കിപ്പോ അവൈലബിൾ ആണോ? ഇത് ഒരു 1.5 മാസം കഴിയും. 1.5 മാസം കഴിയും. എല്ലാം അടിപൊളി, സൈഡ് വ്യൂയും ടോപ്പ് വ്യൂ ഒക്കെ. ഓ, അടുത്തത് ഇത് റെഡ് ടൈഗർ ആണ്. ടൈഗർ പാറ്റേൺ വരുന്നതാണ്, മോളിയ വരുന്നത്. അത് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കുഞ്ഞുങ്ങള്, അവൈലബിൾ ആയിട്ടുള്ള. ഇത് വൈറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വലിയ ഇഷ്യൂസ് കാണിക്കുന്നില്ല. ബ്രീഡിംഗ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ 2 ബാച്ച് ഇവിടെ കാണിക്കുന്നുണ്ട്. 2 ബാച്ച് കുട്ടികൾ അവൈലബിൾ ആയി തുടങ്ങി. ഇതൊന്നും കൂടെ സൈസ് ആയത് തന്നെ, അത്യാവശ്യം സൈസ് ആയത് തന്നെ കൊടുക്കാനുണ്ട്. ഫീമെയിലും മെയിലും ഏകദേശം സെയിം ആണ്. അത് പിന്നെ ശരിക്കും നമുക്ക് ഈ ഒരു ഇതിലൊക്കെങ്കിലും എത്തണം. 2.5 മാസമെങ്കിലും ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫിന്ന് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഡോർസലാണ്, ഫീമെയിലിനെക്കാട്ടിയും ഡോർസൽ മെയിലിന് കാണിക്കും. ഡോർസൽ കുറച്ചും കൂടെ കാണിക്കും. ഇതാണ് ഇപ്പൊ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സീബ്ര മോളിയാണ്. നല്ല എക്സ്പെൻസ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് 3 വിയറ്റ്നാമിൽ നിന്നാ വന്നത്. 2 കുട്ടികളെ കിട്ടിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ 3.5-4 മാസം ആവാനായി. 2 കുട്ടികളെ കിട്ടിക്കുന്നത്. ഇറങ്ങി പോകുന്നുണ്ടോ, നല്ല കേജ് ചെയ്ത് കഴിഞ്ഞാൽ അവര് സ്ട്രെസ് ആവും. അപ്പൊ കിട്ടുന്ന നോക്കാം. പക്ഷെ ഞാൻ ഇപ്പൊ മനസ്സിലായി, ഞാൻ എക്സ്പീരിയൻസ് കുറവാണ് മോളിയിൽ. എനിക്കിപ്പോ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാങ്ക്, അതെ, പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ലൊരു സ്പേസ് ഒക്കെ ഉള്ളതിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പറയുന്നത്. ഇനിയിപ്പോ ആ ഒരു രീതിയിലേക്ക് നീങ്ങാണ്. പക്ഷെ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കളങ്കപ്പെടുത്തല്ല, മാർക്കറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അത്ര എക്സ്പെൻസ്, ഇത്ര റേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആയിട്ടില്ല. നമുക്ക് ബ്ലാക്ക് കൊടുക്കാണ്ട് കേട്ടോ. ബ്ലാക്ക് കൊടുക്കാണ്ട്. ബ്ലാക്ക് കൊടുക്കാറുണ്ട്. ഫുൾ ബ്ലാക്ക് ആണ്. ഇയർ ഉണ്ടാവും, ഇയറും കാണിക്കുന്നുണ്ട്. ബ്ലാക്കും ടൈഗറും കൊടുക്കാനുണ്ട്. വൈറ്റും സീബ്രയും കിട്ടണം. വൈറ്റ് പെട്ടെന്നാവും, സീബ്ര നമുക്ക് പ്രതീക്ഷ നിൽക്കുന്നുള്ളൂ. ഇത് ജ്യോതിഷാണ്. ഇതെന്റെ ഫ്രണ്ടാണ്. അപ്പൊ എന്റെ വീക്കെൻഡ് സപ്പോർട്ടറാണ്. എന്നുവെച്ചാൽ വീക്കെൻഡിൽ എനിക്ക് ഇവിടെ സൺഡേ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഇവനൊരാളുണ്ടായതിനെ കൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. മറ്റേ എന്റെ പാർട്ട്ണർ ആയിരുന്നു. അപ്പൊ 30 പോയതിനു ശേഷം ഇവനാണ് വീക്കെൻഡിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പൊ നമ്മളെ ജൂനിയേഴ്സ് ഗപ്പികളുടെ രാജാവ് തന്നെ പറയാം. അപ്പൊ അദ്ദേഹം വാരിക്കൂട്ടിയ ട്രോഫികളാണ് കേട്ടോ. ഇത് നമ്മളെ ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നൊക്കെ അല്ലേ? ഇല്ല, അത് ചെന്നൈ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഓൺലൈൻ കോമ്പറ്റീഷൻസിൻ്റെതും ഉണ്ട്. ഓൺലൈൻ കോമ്പറ്റീഷൻ ആണ് കൂടുതലായിട്ട് ചെയ്തിരുന്നത്. USA ബേസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ടാണ് അയച്ചു കൊടുക്കുക. പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല. ഫീഡ് തീരെ കൊടുക്കാൻ, പൊതുവെ ഗപ്പി ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ഫീഡ് എന്തെങ്കിലും കൊടുക്കണം. അതൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു 100 വീഡിയോ 30 സെക്കൻഡ് വീഡിയോ ഉണ്ടാവും. 30 സെക്കൻഡേ പാടുള്ളൂ. ഒരു മെയിൽ മാത്രമുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും, പേരുള്ളതും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 100 വീഡിയോ എടുത്തിട്ട് അതിന് 2 3 ചൂസ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് ഒന്നാക്കിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. ഒന്നും പാടില്ല. ജസ്റ്റ് ഡേ ലൈറ്റ് ഓർ ട്യൂബ് ലൈറ്റ്, അത്രേ പാടുള്ളൂ. ട്യൂബ് ലൈറ്റ് വെക്കാം, അല്ലെങ്കിൽ ഡേ ലൈറ്റ്. ഇത് 2 പാടുള്ളൂ. കളർ ഗ്രേഡിയേഷൻ ഒന്നും അതെ. അപ്പൊ ഞാനിപ്പോ അതാണ് നേരത്തെ പറഞ്ഞപ്പോ കോമ്പറ്റീഷൻ ചെയ്യൽ കുറവാണ്. ഒന്നാമത്തെ പാർട്ട്ണർ ഇല്ല. പിന്നെ ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫ്രണ്ട് ഉണ്ട്. വീക്കെൻഡ് ആണ് അവന് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ കോമ്പറ്റീഷന് ജഡ്ജസ് ആയിട്ട് അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് ഇടയ്ക്കൊക്കെ ജോയിൻ ചെയ്യാറുണ്ട്. അതിപ്പോ ഒരു വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തരും. നമ്മൾ അതിന് മാർക്കറ്റ് ഇട്ട് അങ്ങനെ ആയിട്ട് ചെയ്യാം. അത് നൈറ്റിൽ നിന്ന് ചെയ്താൽ മതി. അതും റയർ ആയിട്ട് വരുന്നുണ്ടെങ്കിലും ചെയ്യാൻ കുറവാണ്. എന്നാലും സപ്പോസ് പ്രഷർ കൂടുതലുണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. ഒരുപാട് പ്രിപ്പറേഷൻ അത് ജെൻസ് കളറേഷൻ മെയിൽസിന് വരുന്ന അന്ന് തൊട്ടിട്ട് നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് സിംഗിൾ ചെറിയ അക്വറത്തില് നമ്മൾ ചൂസ് ചെയ്യുന്ന 3 മെയിൽസ് ആണെങ്കിൽ അവരെ അങ്ങോട്ട് മാറ്റിയിട്ട് അതിന് വേണ്ടിയത് സ്റ്റാർട്ടിങ്ങിലെ ഫീഡിങ് വരുന്നുണ്ട്. 2 കാറ്റഗറി വരാം. ഒന്ന് ജുവനൽ കാറ്റഗറി വരും, ഒന്ന് അഡൽട്ട് കാറ്റഗറി. ജുവനൽ കാറ്റഗറിക്ക് വരുന്ന ഫീഡിന്റെ ഇത് മെത്തേഡ് വേറാണ്, അഡൽട്ടിലേക്ക് കയറുന്ന മെത്തേഡ് വേറാണ് ഫീഡിങ്ങിന്. അതെല്ലാം വളരെ കെയർഫുൾ ആയിട്ട് എടുക്കണം. നമ്മളൊരു സ്ട്രെയിൻ നമ്മളിപ്പോ ഓൾറെഡി നമുക്ക് കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ 4 മാസം മുമ്പ് അനൗൺസ്മെന്റ് വരും. ആ 4 മാസം മുമ്പ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു മെയിലിനെ മാത്രം എനിക്കൊരു മെയിലിനെ കിട്ടി, ഞാൻ അതിനെ അല്ല, ഒരു 3 4 മെയിലിനെ നമ്മൾ എടുക്കണം.
അപ്പൊ 4 ടാങ്ക് വേണം, സെപ്പറേറ്റഡ് ഏരിയ വേണം, അവർക്ക് സെപ്പറേറ്റഡ് ഫീഡ് ചെയ്യണം. അപ്പൊ അത് 4 എടുക്കുന്ന ഏതെങ്കിലും ഒന്നിനെ നല്ലതിനെ പിടിക്കാൻ വേണ്ടി അത് വീഡിയോ എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. അതൊരു ജുവനൽ കാറ്റഗറി ആണെങ്കിൽ, ജുവനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ 3 months അതുള്ളതാണ്. മറ്റേത് അഡൽട്ട് വരുന്നത് നമുക്ക് ഇപ്പൊ എത്ര വേണമെങ്കിലും സൈസിനനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 10x10 അതാണ് കണക്ക്. ടൈലിന് ബോഡിയും ഒരേ വലുപ്പമാണ്, ഡോർസലിന് വേറെ ഇതുണ്ട്. അങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഉണ്ട്. അത് പറയാനാണെങ്കിൽ ഒരു സബ്ജക്ട് ആയിട്ട് ഗിരീഷായിട്ട് ഇപ്പൊ ബയസിന് ചിലപ്പോ വീഡിയോസിൽ ഇൻഫർമേഷൻ കാണാൻ താല്പര്യം കുറവാണ്. ബട്ട് കുറെ വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, വേറെ യൂട്യൂബേഴ്സ് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻഫർമേഷൻസിന് ഉള്ളതാണെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ തന്നെ ആയിട്ട് തന്നെ പോകേണ്ടി വരും. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടോ, ഞാൻ തയ്യാറാണ്, എനിക്ക് ഇഷ്ടമുള്ളൂ പറഞ്ഞെടുക്കാൻ. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്, ഫിഷിനെ കുറിച്ച് ഒരുപാട് അറിയണം അദ്ദേഹം. പിന്നെ ജഡ്ജസ് ആയിട്ടും ഒരുപാട് പോയിട്ടുണ്ട്, ഒരുപാട് ട്രോഫികൾ അദ്ദേഹം വാങ്ങി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മള് മോളീസിനെ കണ്ടു. ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഗപ്പികള് 20 നമ്മൾ ഇന്റർവ്യൂ എടുക്കണം തീരുമാനിച്ചു അല്ലേ? ഇവിടുത്തെ നമ്മള് ജൂനിയേഴ്സിന്റെ ആ ഗപ്പികളെ ഭംഗിയൊക്കെ കണ്ടപ്പോ നമ്മള് ഞാൻ 20 ഉദ്ദേശിച്ചത്, പക്ഷെ ആ ഭംഗി കണ്ടപ്പോ പറഞ്ഞു ഒരു 30 ആഡ് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് 31 എത്തി അല്ലേ? 31 ഇനി ഒരുപാട് കാണിക്കാൻ. പക്ഷെ അങ്ങനെ ഓവറായി കഴിഞ്ഞാൽ ഇവിടെ ലെങ്ത് കൂടി പോകും, ആളുകൾക്ക് മടുപ്പം തോന്നും. അതുകൊണ്ട് നമ്മൾ ഇത് നിർത്തിയിരിക്കുകയാണ്. ബാക്കി ഒരു 10-20 ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓൾ ഇന്ത്യ കൊറിയർ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അതേപോലെ ഔട്ട് ഓഫ് കൺട്രി ഇപ്പൊ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അന്ന് നമ്മൾ കഴിഞ്ഞ പറഞ്ഞ ലൈസൻസ് കിട്ടിയതൊക്കെ ഇല്ല, ഓൺ ലൈസൻസ് ഇല്ല. പക്ഷെ നേപ്പാളിലേക്കൊക്കെ പോകുന്നുണ്ട്. ബൈ റോഡ് നേപ്പാളിലേക്ക് ബൈ റോഡ് പോകുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കൊൽക്കത്തയിലേക്ക് ആദ്യം അയക്കണം, അവിടെ നിന്ന് നേരെ അവര് ബൈ റോഡ് അവരങ്ങോട്ട്, അവിടെ ഒരു ഏജന്റ് ഉണ്ട്. അങ്ങനെ ഉണ്ട്. ഇപ്പൊ മുമ്പേ അയച്ചിരുന്നല്ലോ, നമ്മൾ UAE ഒക്കെ ബേസ് ചെയ്ത് അയച്ചിരുന്നു. അതിപ്പോ ആളില്ല. ബട്ട് ഇപ്പൊ ഓൾറെഡി ഇതില് ഒന്നും കൂടെ അലങ്കാര മത്സ്യങ്ങൾക്ക് ഒരു ഉഷാർ വന്നതിന് ശേഷം ഇപ്പൊ 2-3 ആൾക്കാർക്ക് ലൈസൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അവര് മുഖേന നമുക്ക് വേണമെങ്കിൽ അയക്കാം. ഓർഡേഴ്സ് വരുന്നുണ്ട്. ബട്ട് ഈ ട്രാൻസ്ഷിപ്പർ പറയുന്നത് ഒന്നെങ്കിൽ 2 വലിയ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു 150 പീസിന്റെ ഒരു ബോക്സ്, അങ്ങനത്തെ ഒരു 300-400 പീസെങ്കിലും മിനിമം കിട്ടുകയാണെങ്കിൽ അയക്കാൻ കഴിയും. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ കോമ്പറ്റീഷൻ പിന്നെ ഇപ്പൊ ഒരു യൂണിഫോം റേറ്റില് ഗ്രാസ് ആണെങ്കിൽ വൈറ്റെക്സിലൊക്കെ ചോദിക്കുന്നുണ്ട്. ബട്ട് അത്ര ക്വാണ്ടിറ്റി ആക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ഇവിടുത്തെ കേരളത്തിലെ ബ്രീഡേഴ്സ് കൂട്ടിക്കൊണ്ടുവരാണെങ്കിലും എല്ലാവർക്കും ഓർഡേഴ്സിനനുസരിച്ചിട്ട് ചെയ്യാം. അതിന് നമ്മള് കൂടുതൽ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യണം. ക്വാളിറ്റി ബട്ട് ഒരു ഫാം നിലനിന്ന് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ ടൈപ്പ് ഓഫ് ഗപ്പീസും വേണം, റേഞ്ചും വേണം. ഇന്നിപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അത്രേ ഉള്ളൂ. ഒരു ഫാം നിന്ന് പോണം. കുറെ ഫാമേഴ്സ് നിൽക്കാണ്ട് പോയതിന്റെ മെയിൻ റീസൺ എനിക്ക് അതാ തോന്നുന്നത്. വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കുറെ കസ്റ്റമേഴ്സ് വരും, എന്താ 1000 തുടങ്ങുന്നത്, എന്താ 700, എന്താ 3000, 200 ഇപ്പില്ലേ ചോദിക്കുന്നുണ്ട്. അത് വരുമ്പോ നമുക്ക് ഫാമിലേക്കുള്ള നമ്മള് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന അതൊക്കെ കിട്ടുമ്പോ എന്റെ ഫാമിലെ ചെലവ്. ഇപ്പൊ സത്യം പറയാണ്, ഇപ്പൊ ഇവിടെ ഈ ഒരു ഫാം നിക്കണമെങ്കിൽ 55 റുപ്യ ഒരു മാസം വേണം. ഒരു മാസം 55,000 റുപ്യ വേണം ചെലവ് വരുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാല് എന്റെ കൂലി എടുക്കണം, അത് ചെയ്യണം, ഫുഡ് കറണ്ട് എല്ലാം കൂടെ കൂടി 10-50 റുപ്യന്റെ അടുത്ത് നമുക്ക് അത് വേണം. അതിനിപ്പോ വാടക കൂടെ ഉള്ള ഫാമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കൂടുതൽ വരും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 1.5 റുപ്യന്റെ കച്ചവടമെങ്കിലും നടക്കണം. അത് ഇട്ടിട്ട് ഞാൻ ഇപ്പൊ 1.5 റുപ്യ ചെയ്യുന്നുണ്ട്, ഇത് കേട്ടിട്ട് വേറെ ഒരാൾ വേഗം പോയിട്ട് തുടങ്ങിയിട്ട് അങ്ങനെ പതിയെ ഗ്രോ, സ്ലോലി ഗ്രോ, എപ്പോഴും ഇമ്പ്രൂവ്മെന്റ് ആണ്. പതിയെ സ്ലോ ആണ്, എല്ലാം ക്ലിയർ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് സെയിൽ ഉണ്ടോ? ഇവിടെ വന്ന് പഠിക്കാൻ പറ്റില്ല? എനിക്കിഷ്ടം അതാണ്. ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ബട്ട് എനിക്ക് വരുന്ന 90% ഓൺലൈനിൽ സെയിൽ. പക്ഷെ എന്നെ സംബന്ധിച്ചോ എനിക്ക് താല്പര്യം എല്ലാവരും ഇവിടെ വന്ന്, ഇപ്പൊ നിങ്ങൾ വന്ന് എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ വരാന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം. എന്റെ ഫാം തേടി ഒരാൾ വരുന്നത് എനിക്ക് സന്തോഷം. എടുക്കാൻ പറ്റാഞ്ഞിട്ട് വരാനുള്ള ഒരു ഇത് വേണ്ട, പോന്നോട്ടെ, ധൈര്യമായിട്ട് വരാം, ഫാം കാണാം, സന്തോഷം. ഇത് മാങ്കാവാണ് പ്രോപ്പർ പറയുമെങ്കിലും കുളങ്ങര പീടികയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ മാങ്കാവ് വിട്ട് പൊക്കുന്ന് പോണ റൂട്ടില് കുളങ്ങര പീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ഫാം നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ജൂനിയേഴ്സിന്റെ ജിസ് അക്വാ ഫാം? ഗപ്പികളും മോളികളും അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഇന്നത്തെ കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിർത്തി. എല്ലാവർക്കും ഗുഡ് ബൈ.